പ്രിയപ്പെട്ടവരെ, ഓർത്തഡോക്സ് സഭ പഠിപ്പിക്കുന്ന ഒരു സഭയല്ല. പഠിപ്പിക്കുന്ന കാര്യത്തിൽ സഭയ്ക്ക് താല്പര്യം കുറവാണ്. പഠിക്കുന്ന കാര്യത്തിൽ വിശ്വാസികൾക്കും താല്പര്യം കുറവാണ്. ഇത് പഠിപ്പിക്കുന്നൊരു സഭയല്ലെങ്കിലും ആരാധനയുള്ളൊരു സഭയാണ്. വളരെ അർത്ഥസമ്പുഷ്ടമായ ആരാധന ഓർത്തഡോക്സ് സഭയുടെ സമ്പത്താണ്. എന്നാൽ ആരാധനയിൽ കൂടി എന്താണ് നടക്കുന്നതെന്ന് പലപ്പോഴും നാം അറിയാറില്ല. മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പല വിധത്തിൽ മലങ്കര സഭ പീഡിപ്പിക്കപ്പെടുകയാണ്. ഒന്നാമത്തെ പീഡനം, നാം ആദരവോടെ ബഹുമാനത്തോടെ കാണുന്ന പരിശുദ്ധ പാത്രിയർക്കീസ് ബാവായിൽ നിന്നുള്ള പീഡനമാണ്. രണ്ടാമത്തെ പീഡനം, സഭയുടെ വിശ്വാസമോ ആചാരമോ അനുഷ്ഠാനങ്ങളോ മനസ്സിലാക്കാതെ സഭാജീവിതം എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി നടത്തുവാൻ ശ്രമിക്കുന്ന സഭാ മക്കളെ കൊണ്ടുള്ളതായ പീഡനമാണ്. മൂന്നാമത്തെ പീഡനം, സഭയുടെ വിശ്വാസത്തെയും ആചാരാനുഷ്ഠാനങ്ങളെയും ചോദ്യം ചെയ്യുന്ന മറ്റ് സഭകളിൽ നിന്നുള്ള പീഡനമാണ്. ഇതിൻ്റെ എല്ലാം മധ്യത്തിലാണ് നാം നമ്മുടെ സഭാജീവിതവുമായി മുന്നോട്ട് പോകുന്നത്. പ്രിയപ്പെട്ടവരെ, എനിക്ക് തന്നിട്ടുള്ള 1 മണിക്കൂർ സമയം വിശ്വാസപരമായി, സഭയുടെ വിശ്വാസപരമായ അടിസ്ഥാനത്തിൽ നമ്മെ എന്ത് പഠിപ്പിക്കുന്നു എന്ന് ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങളുമായി ചിന്തിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്തിനാണ് യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത്? താൻ എന്തിനാണ് വന്നതെന്ന് യേശുക്രിസ്തു തന്നെ പറയുന്നുണ്ട്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 38-ാമത്തെ വാക്യത്തിൽ നമുക്ക് അത് വായിക്കാൻ കഴിയും. കർത്താവ് തന്നെ പറയുകയാണ്, ഞാൻ എന്തിനാണ് ലോകത്തിലേക്ക് വന്നത്. അതുകൊണ്ട് കർത്താവിൻ്റെ ആ വാക്കുകൾക്കാണല്ലോ നാം ഏറ്റവും വില കൽപ്പിക്കേണ്ടത്. കർത്താവ് എന്തിനാണ് വന്നതെന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ ഇപ്പോൾ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കും. ഞാൻ എൻ്റെ ഇഷ്ടമല്ല എന്നെ അയച്ചവൻ്റെ ഇഷ്ടമത്രേ ചെയ്യുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത്. നിങ്ങൾ കേൾക്കൂ, ഒന്നുകൂടെ ഞാൻ പറയാം. ഞാൻ എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടമത്രേ ചെയ്യുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത്. ബാക്കി വായിക്കാം. അവൻ എനിക്ക് തന്നതിൽ ഒന്നും ഞാൻ കളയാതെ, അവൻ എനിക്ക് തന്നതിൽ ഒന്നുപോലും ഞാൻ കളയാതെ, എല്ലാം ഒടുക്കത്തെ നാളിൽ എല്ലാവരും ഒടുവിലത്തെ നാളിൽ ഉയർത്തെഴുന്നേൽക്കണമെന്നുള്ളതാണ് എന്നെ അയച്ചവൻ്റെ ഇഷ്ടം. വളരെ കുറച്ച് സമയമേ നമുക്കുള്ളൂ. നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ഇരിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഒരു വാക്കുപോലും വിട്ടുപോകാതെ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഈ വാർദ്ധക്യത്തിൽ നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുകയാണ്. ഇനിയും നിങ്ങളുടെ മുമ്പിൽ ഇതുപോലെ വരാൻ എനിക്ക് കഴിയുമോ എന്ന് ഉറപ്പുമില്ല. കർത്താവ് പറയുന്നു, ഞാൻ വന്നത് എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പ്രവർത്തിപ്പാനാണ്. അവൻ്റെ ഇഷ്ടം എന്താണ്? അവൻ എന്നെ ഏൽപ്പിച്ചിട്ടുള്ളതിൽ ഒന്നുപോലും നഷ്ടമാകാതെ ഒടുവിലത്തെ നാളിൽ എല്ലാവരും ഉയർത്തെഴുന്നേൽക്കണമെന്നുള്ളതാണ് എന്നെ അയച്ചവൻ്റെ ഇഷ്ടം. ഇതിന് പ്രത്യേക ഒരു വ്യാഖ്യാനത്തിൻ്റെ ആവശ്യമില്ല. എന്നാൽ ഇതിനോടനുബന്ധിച്ച് എബ്രായ ലേഖനത്തിൽ നിന്ന് അപ്പോസ്തലൻ പൗലോസ് പറയുന്ന ഒരു വാക്യവും കൂടെ നമുക്ക് വായിക്കാം. ഏതാണ്ട് ഈ വാക്കിനോട്, ഈ വാചകത്തോട് വളരെ സാമ്യമുള്ളതാണ് അപ്പോസ്തലൻ പറയുന്ന ആ വാക്യം. എബ്രായ ലേഖനം 10-ാം അധ്യായം 9-ാമത്തെ വാക്യം ഇപ്രകാരം നമുക്ക് വായിച്ചു കേൾക്കാം. ഇതാ ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, ഇതാ
ഞാൻ അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ രണ്ടാമത്തേതിനെ സ്ഥാപിപ്പാൻ ഒന്നാമത്തേതിനെ നീക്കിക്കളഞ്ഞു. ഈ രണ്ട് വാക്യങ്ങൾ നിങ്ങളുടെ മനസ്സിലിരിക്കണം. ഈ രണ്ട് വാക്യങ്ങളിൽ കൂടി നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ചിന്തിക്കാനുള്ളത്. കർത്താവ് വന്നത് തന്നെ അയച്ച പിതാവിൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാനാണ്. ആ കർത്താവ് ആ ഇഷ്ടം പ്രവർത്തിക്കുന്നത് എങ്ങനെയെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. ഇതാ ഞാൻ അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാമത്തേതിനെ സ്ഥാപിപ്പാൻ ഒന്നാമത്തേതിനെ നീക്കിക്കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ആധുനിക വേർപാട് സഭകൾ, പെന്തക്കസ്ത സഭകൾ പ്രഘോഷിക്കുന്ന ഒരു വലിയ വാർത്തയുണ്ട്. കാൽവറിയിലെ കർത്താവിൻ്റെ കുരിശുമരണത്തോടുകൂടി യാഗബലികൾ നിന്നുപോയി. കാൽവറിയിൽ കർത്താവ് അനുഷ്ഠിച്ച ആ ബലിയർപ്പണത്തോടുകൂടി ഇനി ബലിയർപ്പണമേ ആവശ്യമില്ല. ബലിയർപ്പിക്കുവാൻ ഒരു പുരോഹിതൻ്റെ ആവശ്യവുമില്ല. യെരൂശലേം ദേവാലയത്തിൻ്റെ തിരശ്ശീല മുകൾ തൊട്ട് അടിവരെ കീറിപ്പോയതുകൊണ്ട് ഇനി പ്രത്യേക പുരോഹിതനോ പുരോഹിത ദൗത്യമോ ബലിയർപ്പണമോ ഇല്ലാത്ത ഒരു സഭയാണ് യേശുക്രിസ്തു സ്ഥാപിച്ചിരിക്കുന്നത് എന്ന് പെന്തക്കസ്ത സഭയിലെ ആളുകൾ പഠിപ്പിക്കുന്നു. നാം പള്ളിയിൽ പാടുന്ന ഒരു പാട്ടുണ്ട്. ആ പാട്ട് തനി വേദവിപരീതമാണ് എന്ന് അവർ ഉദ്ഘോഷിക്കുന്നു. നമുക്കെല്ലാവർക്കും ചേർന്ന് ആ പാട്ടൊന്ന് പാടാം. നിങ്ങൾ എൻ്റെ കൂടെ പാടണം. ദൈവം സൃഷ്ടിച്ചാദത്തെ സൃഷ്ടാവോടു തുല്യം സൃഷ്ടി. ആ പാട്ടിൽ അടുത്ത സ്റ്റാൻസിയായി നമ്മൾ ചൊല്ലുന്നതാണ് വേദവിപരീതം എന്ന് പെന്തക്കസ്ത സഭകൾ പഠിപ്പിക്കുന്നത്. നമുക്ക് ആ പാട്ടിൻ്റെ രണ്ടാമത്തെ സ്റ്റാൻസ് ചൊല്ലാം. ആദ്യാചാരിത്വം കൈക്കൊണ്ടകരോന്മൂശയോടൊന്നീച്ച്. എന്താണ് പാടിയതിൻ്റെ അർത്ഥം? ആദ്യമായി ആചാരിത്വം കൈക്കൊണ്ടു ആര്? അഹറോനും മൂശയും ഒരുമിച്ച്. പിന്നെ പാടുന്നത് സ്കാറിയായ്ക്കതു നൽകി മോശ സ്കറിയായോഹന്നാനേകി. ആ പൗരോഹിത്യം മോശ സ്കറിയായ്ക്ക് എഴുതി കൊടുത്തു എന്ന് പറഞ്ഞാൽ നേരിട്ട് കൊടുത്തു എന്നല്ല, തലമുറകളായി കൈമാറി വന്ന് ആ പൗരോഹിത്യം ആചാര്യനായ സക്കറിയായിലെത്തി. സ്കറിയായ്ക്കതു നൽകി മോശ സ്കറിയായോഹന്നാനേകി. യോഹന്നാൻ കർത്താവിനും കർത്താതൻ ശ്ലീഹന്മാർക്കും നാനാ സൃഷ്ടിവിഭാഗങ്ങൾക്കേകി ശ്ലീഹന്മാർ. ഈ പാട്ടിനെക്കുറിച്ച് പെന്തക്കസ്ത സഭയിലെ പാസ്റ്റർമാർ പഠിപ്പിക്കുന്നത് വേദവിപരീതം പഠിപ്പിക്കുന്നു എന്നാണ്. ഇല്ലാത്ത പൗരോഹിത്യവും വല്ലാത്ത ബലിയർപ്പണവുമായി ഓർത്തഡോക്സ് സഭ വിശ്വാസികളെ വഞ്ചിക്കുന്നു എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഈ കൺവെൻഷൻ ദിനത്തിൽ നമ്മുടെ പിതാക്കന്മാർ നമുക്ക് പകർന്നു തന്നിട്ടുള്ള ഈ വിശ്വാസത്തെ സംബന്ധിച്ച്, ഇതിൻ്റെ സത്യത്തെ സംബന്ധിച്ച് അല്പമായി വിശദീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ കാണിക്കുന്ന താല്പര്യത്തെ ഞാൻ ആദരിക്കുന്നു. ഒരു കുഞ്ഞു പോലും അനങ്ങാതെ ഇത് കേട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിൽ എനിക്ക് പ്രത്യേക സന്തോഷമുണ്ട്, നന്ദിയുണ്ട്. യോഹന്നാനിൽ എത്തിയ പൗരോഹിത്യം, അതിൻ്റെ അർത്ഥം മുഴുവൻ ഞാൻ പറയണമെന്നില്ലല്ലോ. മോശയും അഹ്റോനും ഏറ്റ പൗരോഹിത്യം സ്കറിയായ്ക്ക് കൊടുത്തു. സ്കറിയായിൽ നിന്ന് സ്കറിയായുടെ മകൻ യോഹന്നാന് കൊടുത്തു. യോഹന്നാൻ അത് യേശുക്രിസ്തുവിന് കൊടുത്തു.
യേശുക്രിസ്തു ശിഷ്യന്മാർക്ക് കൊടുത്തു. ശിഷ്യന്മാരിൽ നിന്ന് നാനാ സൃഷ്ടി വിഭാഗങ്ങൾക്ക് ആ പൗരോഹിത്യം കൈമാറി. ഇതാണ് ആ പാട്ടിൻ്റെ ചുരുക്കം. ആ പാട്ട് തെറ്റാണ്, വേദവിപരീതമാണ് എന്ന് വാദിക്കുന്നതിൻ്റെ കാരണം എന്താണ്? യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യം അഹറോന്യ പൗരോഹിത്യമല്ല. യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യം മൽക്കിസദേക്കിൻ്റെ വിധത്തിലുള്ള പൗരോഹിത്യമാണ്. ആരാണ് മൽക്കിസദേക്ക് എന്നൊന്നും പറയുവാൻ ഞാനിപ്പോൾ മെനക്കെടുന്നില്ല. നിങ്ങൾ മൽക്കിസദേക്കിനെക്കുറിച്ച് കേൾക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം 18, 19, 20 വാക്യങ്ങളിലാണ്. 102-ാം സങ്കീർത്തനത്തിൽ നിങ്ങൾക്ക് വീണ്ടും മൽക്കിസദേക്കിനെ കാണാം. അവൻ മൽക്കിസദേക്കിൻ്റെ വിധത്തിൽ എന്നേക്കും ഒരു പുരോഹിതൻ. യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യം നിത്യ പൗരോഹിത്യമാണ്. എന്നാൽ അഹറോന്യ പൗരോഹിത്യം താൽക്കാലിക പൗരോഹിത്യമാണ്. മോശയും അഹറോനും സ്വീകരിച്ച പൗരോഹിത്യം എങ്ങനെയാണ് ആ പൗരോഹിത്യം കൈവരുന്നത്? നിങ്ങൾ ലേവ്യ പുസ്തകം വായിക്കുമ്പോൾ 8-ാം അധ്യായത്തിൽ പല വിധത്തിലുള്ളതായ പഴയ നിയമകാലത്തെ യഹൂദൻ ആചരിച്ചിരുന്ന യാഗബലികളെക്കുറിച്ചറിയാം. അതിലൊരു യാഗത്തിൻ്റെ പേര്, കുഞ്ഞുങ്ങൾ മറന്നു പോകരുത്, കരപൂരണയാഗം. ദ സാക്രമെൻ്റ് ഓഫ് കോൺസിക്രേഷൻ, കരപൂരണയാഗം. കരപൂരണയാഗം ആണ് ഒരാളെ പുരോഹിതനാക്കുന്ന വിധം. പരുത്തി വസ്ത്രം കൊണ്ടുള്ള കാലറിയും മേൽവസ്ത്രവും ധരിച്ച് തലയിൽ മുടി അണിയിച്ച് പൗരോഹിത്യ സ്ഥാനിയെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്ത് പ്രത്യേകമായ പ്രാർത്ഥനകൾ നിർവഹിച്ചു കഴിയുമ്പോൾ ലേവി കുടുംബത്തിലെ ഒരു പുരുഷൻ പുരോഹിതനായിത്തീരും. അങ്ങനെ പുരോഹിതനാക്കുന്ന ശുശ്രൂഷയാണ്, ബലിയാണ് കരപൂരണയാഗം. 8 പ്രധാനപ്പെട്ട യാഗങ്ങളുണ്ട്. അതേക്കുറിച്ചൊന്നും പറയാൻ ഞാനിപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് മുതിരുന്നില്ല. അതിൽ കരപൂരണയാഗം നടത്തി ഒരു ലേവ്യ കുടുംബത്തിലെ പുരുഷനെ പുരോഹിതനാക്കി മാറ്റും. അങ്ങനെ കൊടുക്കുന്ന പൗരോഹിത്യം ലേവ്യ പൗരോഹിത്യമാണ്. ലേവ്യ പൗരോഹിത്യം നിഴലായ പൗരോഹിത്യമാണ്. അത് സമ്പൂർണ്ണമല്ല. അത് സമ്പൂർണ്ണമായിരുന്നെങ്കിൽ മറ്റൊരു പൗരോഹിത്യത്തിൻ്റെ ആവശ്യമുണ്ടാകുമായിരുന്നില്ല എന്ന് എബ്രായ ലേഖനകർത്താവ് പറയുന്നുണ്ട്. ലേവ്യ പൗരോഹിത്യം സമ്പൂർണ്ണമാണെങ്കിൽ മറ്റൊരു പൗരോഹിത്യം, മൽക്കിസദേക്കിൻ്റെ വിധത്തിൽ മറ്റൊരു പൗരോഹിത്യം വരാൻ എന്തൊരാവശ്യം എന്ന് എബ്രായ ലേഖനകർത്താവ് ചോദിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ 2 വാചകങ്ങളെ കണ്ടുകൊണ്ട് നമുക്കൊരു കാര്യം സമ്മതിക്കാം. കർത്താവിൻ്റെ ഗോകുൽത്തായിലെ കുരിശുമരണത്തോടുകൂടി ഒന്നാമത്തേത് നീങ്ങിപ്പോയി. ഇനി പാപത്തിനു വേണ്ടി ഒരു യാഗമില്ല. കാൽവറിയിലെ ക്രൂശിലെ യാഗത്തോടുകൂടി എല്ലാം അവസാനിച്ചു എന്ന് പറയുന്ന കാര്യം നമുക്ക് സമ്മതിക്കാം. എന്നാൽ വേദപുസ്തകം ശരിയായി പഠിക്കുമ്പോൾ ഈ വാക്യം, നാം വായിച്ചു കേട്ട വാക്യം നിങ്ങൾ ഓർമ്മയിലിരിക്കണം, ആരോടും പറയാൻ നിങ്ങൾക്ക് കഴിയണം. എബ്രായ ലേഖനം 10-ാം അധ്യായം 9-ാം വാക്യം, 10-9, അത് ഓർമ്മയിലിരിക്കട്ടെ. ഇതാ ഞാൻ അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാമത്തേതിനെ സ്ഥാപിപ്പാൻ ഒന്നാമത്തേതിനെ നീക്കിക്കളഞ്ഞു. ഒന്നാമത്തേതിനെ നീക്കിക്കളഞ്ഞു എന്നുള്ളത് സത്യം തന്നെയാണ്. പെന്തക്കോസ്ത് സഭകളുടെ ആ നിലപാട് നമുക്ക് അംഗീകരിക്കാം. എന്തിനാണ് മാറ്റിക്കളഞ്ഞത്? രണ്ടാമത്തേതിനെ സ്ഥാപിപ്പാനാണ്. എന്താണ് രണ്ടാമത്തേത്? പ്രധാനമായും ഞാൻ 2 കാര്യങ്ങളാണ് പറയുന്നത്. രണ്ടാമത്തേതായി സ്ഥാപിക്കപ്പെട്ടത്, 1 ക്രിസ്തീയ പൗരോഹിത്യം, 2 ക്രിസ്തീയ ബലിയർപ്പണം. പൗരോഹിത്യമില്ല, ബലിയർപ്പണമില്ല എന്ന് പറയുന്ന ആധുനിക സഭകളുടെ പഠിപ്പിക്കൽ എത്രമാത്രം തെറ്റായിട്ടുള്ളതാണെന്ന് ഈ രാത്രിയിൽ ശാന്തമായി പഠിക്കുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്.
നമുക്ക് ഈ കാര്യത്തിലേക്ക് വരാം. നിങ്ങൾ വളരെ അകലെ ഇരിക്കുന്നതുകൊണ്ട് നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരം കേൾക്കാൻ എനിക്ക് പ്രയാസമാണ്. യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നതിൻ്റെ കാര്യം നാം കണ്ടു കഴിഞ്ഞു. എല്ലാവരും ഉയർത്തെഴുന്നേൽക്കണം. ആ പിതാവിൻ്റെ ഇഷ്ടം നിവർത്തിക്കാൻ അവൻ വന്നു. അങ്ങനെ ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ എന്തു വേണം? അത് നമുക്ക് പിന്നാലെ കാണാം. അതിനു മുമ്പ് ഈ ഒരു കാര്യം പ്രത്യേകം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. യേശു ലോകത്തിലേക്ക് വന്നതിൻ്റെ ഉദ്ദേശം അവൻ പറഞ്ഞു. യേശു ആരായിട്ടാണ് വന്നത്? പെന്തക്കോസ്ത് സഭകൾ പഠിപ്പിക്കും, യേശു ക്രിസ്തു 12 അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്ത് നിയമിച്ചാക്കി. 12 പുരോഹിതന്മാരെ ആക്കിയിട്ടില്ല. അവർ 12 പേരും അപ്പോസ്തലന്മാരാണ്. അതുകൊണ്ട് പുതിയ നിയമസഭയിൽ പുരോഹിതനില്ല. ആ പൗരോഹിത്യം കാൽവരി ക്രൂശിൽ യാഗം അർപ്പിക്കപ്പെട്ടതോടെ അവസാനിച്ചു എന്നാണ് പറയുന്നത്. നിങ്ങൾ ഓർക്കണം. അതെ, പുതിയ നിയമസഭയിൽ പുരോഹിതനില്ല. കാരണം സഭയിൽ 12 അപ്പോസ്തലന്മാർ മാത്രമേ ഉള്ളൂ. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ്. യേശു ക്രിസ്തു ആരാണ്? യേശു ക്രിസ്തു മഹാപുരോഹിതനാണ്. യേശു ക്രിസ്തു 12 അപ്പോസ്തലന്മാരെ നിയമിച്ചാക്കി. യേശു ക്രിസ്തു ഒരു അപ്പോസ്തലനാണോ? നിങ്ങൾക്ക് എന്തു തോന്നുന്നു? അപ്പോസ്തലനാണോ? നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി ഈ ചോദ്യം ഞാൻ വിടുകയാണ്. യേശു 12 അപ്പോസ്തലന്മാരെ നിയമിച്ചു. യേശു മഹാപുരോഹിതനാണ്, തർക്കമില്ല. പക്ഷേ അവൻ അപ്പോസ്തലനാണോ എന്ന കാര്യം നാം അറിയണം. എബ്രായ ലേഖനം 3-ാം അധ്യായം 1-ാമത്തെ വാക്യം. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തോലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ. യേശു ആരാണെന്ന് എബ്രായ ലേഖന കർത്താവ് സംശയമില്ലാതെ പറയുന്നു. നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തോലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ. യേശു മഹാപുരോഹിതനാണെന്ന് നാം കണ്ടു. ഞാൻ വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി. യഹൂദന്മാരുടെ ഇടയിൽ യഹൂദ പൗരോഹിത്യം ലഭിക്കുന്ന പുരുഷന് കരപൂരണയാഗം നടത്തിയിട്ടാണ് പുരോഹിത സ്ഥാനത്തേക്ക് വരുന്നത്. യേശു ക്രിസ്തുവിന് അങ്ങനെ ഒരു പുരോഹിത ശുശ്രൂഷ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചടങ്ങ് നടത്തേണ്ടതുണ്ടോ? നിങ്ങൾ ചിന്തിക്കാനാണ് ഞാൻ ഈ ചോദ്യം തരുന്നത്. അവൻ സ്വർഗത്തിൽ നിന്ന് പിതാവാം ദൈവത്താൽ അയക്കപ്പെട്ടിരിക്കുന്നത് മഹാപുരോഹിതനായിട്ടാണ്. ഇനി അവനെ പുരോഹിതനായി വാഴിക്കേണ്ടതുണ്ടോ? വാഴിക്കേണ്ടതില്ല. എന്നാൽ പഴയ നിയമ ലേവ്യ പുരോഹിതൻ അവൻ പുരോഹിതനാകാൻ കരപൂരണ യാഗത്തിന് വിധേയനാകണം. യേശുവിന് അങ്ങനെ യാഗത്തിൻ്റെ ആവശ്യമില്ല, കാരണം അവൻ പുരോഹിതനാണ്. എന്നാൽ യേശു പുരോഹിതനാണ് എന്ന വസ്തുത പ്രഖ്യാപിക്കപ്പെടേണ്ടതുണ്ട്, അത് പ്രസ്താവിക്കേണ്ടതുണ്ട്, അത് അറിയപ്പെടേണ്ടതുണ്ട്. അതെങ്ങനെ നടക്കും? വളരെ പ്രയാസമുള്ള എബ്രായ ലേഖനത്തിലെ ഒരു വാക്യം ഇവിടെ വായിക്കുകയാണ്. നിങ്ങൾ നല്ലവണ്ണം ശ്രദ്ധിച്ചാൽ മാത്രമേ അതിൻ്റെ അർത്ഥം മനസ്സിലാവൂ. പുതുപ്പള്ളി ഇടവകയിലെ ആളുകൾ സഭാസ്നേഹികളും ബുദ്ധിയുള്ളവരുമാണ്. നിങ്ങൾ നല്ലവണ്ണം കേൾക്കൂ. ഒറ്റയ്ക്കൊരു വാക്യം. ആ വാക്യത്തിന് 2 ഭാഗങ്ങളുണ്ട്. എബ്രായ ലേഖനം 7-ാം അധ്യായം 28-ാമത്തെ വാക്യം ആ അധ്യായത്തിലെ ഏറ്റവും അവസാനത്തെ വാക്യമാണ് നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുന്നത്. ആ വാക്യം കേൾക്കുമ്പോൾ യേശുവിൻ്റെ പൗരോഹിത്യം എങ്ങനെ പ്രഖ്യാപിക്കപ്പെടണമെന്ന്
അപ്പോസ്തലൻ പറയും നമുക്ക് കേൾക്കാം. ന്യായപ്രമാണം ബലഹീന മനുഷ്യരെ മഹാപുരോഹിതന്മാരാക്കുന്നു. മതി, അവിടെ നിർത്താം. ഞാനതിനൊരു എക്സ്പ്ലനേഷൻ പറയാം. നിങ്ങൾ വളരെ അകലെ ഇരിക്കുന്നതുകൊണ്ട് നിങ്ങളോട് ചോദ്യം ചോദിച്ച് നിങ്ങളിൽ നിന്ന് ഉത്തരം കിട്ടാൻ എനിക്ക് നിവൃത്തിയില്ല. ന്യായപ്രമാണം ബലഹീന മനുഷ്യനെ മഹാപുരോഹിതനാക്കുന്നു. എന്താണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം? ന്യായപ്രമാണപ്രകാരമുള്ള ചട്ടവട്ടങ്ങൾ നിവർത്തിച്ചു കഴിയുമ്പോൾ, ബലിയർപ്പിച്ചു കഴിയുമ്പോൾ, യാഗമർപ്പിച്ചു കഴിയുമ്പോൾ, കരപൂരണയാഗം നടത്തിക്കഴിഞ്ഞ് പട്ടുവസ്ത്രങ്ങളൊക്കെ അണിയിച്ച് ഒരു പുരുഷനെ ഒരുക്കി ആ യാഗമർപ്പിച്ചു കഴിയുമ്പോൾ ന്യായപ്രമാണ ചട്ടവട്ടങ്ങൾ സാധാരണ മനുഷ്യനെ മഹാപുരോഹിതനാക്കുന്നു. അതാണ് അപ്പോസ്തലൻ പറഞ്ഞത്. അടുത്തത്, ന്യായപ്രമാണത്തിന് പിൻപുള്ള ആണയുടെ വചനമോ? നന്നായിട്ട് കേൾക്കണം. ന്യായപ്രമാണത്തിന് പിൻപുള്ള ആണയുടെ വചനമോ? ആണയുടെ വചനമോ? ഞാൻ നിർത്തുകയാണ്. ന്യായപ്രമാണത്തിന് പിൻപുള്ള, ന്യായപ്രമാണ കാലത്തിന് ശേഷമുള്ള, ആ കാലഘട്ടത്തിൽ ന്യായപ്രമാണപ്രകാരം പൗരോഹിത്യം കൊടുക്കുന്നില്ല. ന്യായപ്രമാണത്തിന് ശേഷമുള്ള യേശു ക്രിസ്തുവിൻ്റെ പൗരോഹിത്യം അതെങ്ങനെ കൊടുക്കും? ന്യായപ്രമാണത്തിന് പിൻപുള്ള ആണയുടെ വചനമോ? എന്നേക്കും തികഞ്ഞവനായ പുത്രനെ പുരോഹിതനാക്കുന്നു. യേശു ക്രിസ്തു മഹാപുരോഹിതനാണ്. അവനെ പുരോഹിതനായി വാഴിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ അവൻ പുരോഹിതനാണ് എന്ന് പ്രഖ്യാപിക്കേണ്ടിയിരിക്കുന്നു, അതറിയേണ്ടിയിരിക്കുന്നു. അതെങ്ങനെയാണ്? ന്യായപ്രമാണത്തിന് പിൻപുള്ള ആണയുടെ വചനം അവനെ പുരോഹിതനാക്കും. നിങ്ങളിപ്പോൾ തലപുകഞ്ഞ് ആലോചിക്കുകയായിരിക്കും, എന്താണ് ഈ ആണയുടെ വചനം? പ്രിയപ്പെട്ടവരെ, അതറിയുവാനൊരു വഴിയുണ്ട്. ആണയിട്ടു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഉറക്കെ പറയൂ. ആണയിട്ടു, സത്യം ചെയ്തു. അപ്പോൾ ആണയുടെ വചനം, ആണയിട്ടു എന്നുള്ളതിന് നമുക്ക് ആ വാക്ക് ഉപയോഗിക്കാമെങ്കിൽ, സത്യം ചെയ്തെങ്കിൽ ആണ എന്ന് പറയുന്നത് എന്താണ്? ആണയുടെ വചനം, സത്യത്തിൻ്റെ വചനം. സത്യം ഒന്നേ ഉള്ളൂ, ആ സത്യം ദൈവമാണ്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യം പ്രഖ്യാപിക്കേണ്ടത് ആരാണ്? ആണയുടെ വചനം. ആണയുടെ വചനം എവിടെ നിന്ന് വരണം? സ്വർഗത്തിൽ നിന്ന് വരണം, പിതാവിൽ നിന്ന് വരണം. അങ്ങനെ വരുന്ന ആണയുടെ വചനമാണ് യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യം പ്രഖ്യാപിക്കുന്നത്. ഈ സംശയം നിങ്ങൾക്കിനി ഉണ്ടാവുകയില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇങ്ങനൊരു വാക്യം വേദപുസ്തകത്തിലുണ്ടോ എന്ന് ഞാൻ പാസ്റ്റർമാരുമായി സംസാരിച്ചിട്ടുണ്ട്. അവർക്ക് പോലും ഇങ്ങനെ വാക്യം വേദപുസ്തകത്തിലുണ്ടെന്ന് നിശ്ചയമേ ഇല്ലായിരുന്നു. ആണയുടെ വചനം അവൻ്റെ പൗരോഹിത്യം പ്രഖ്യാപിക്കും. ന്യായപ്രമാണം, ഒന്നുകൂടെ ഞാൻ വാക്യം പറയാം. ന്യായപ്രമാണം ബലഹീന മനുഷ്യനെ മഹാപുരോഹിതനാക്കുന്നു. ന്യായപ്രമാണത്തിന് പിൻപുള്ള ആണയുടെ വചനമോ എന്നേക്കും തികഞ്ഞവനായ പുത്രനെ പുരോഹിതനാക്കുന്നു. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യം ആണയുടെ വചനത്താൽ പ്രഖ്യാപിക്കപ്പെടണം. ആണയുടെ വചനം എന്ന് പറയുന്നത് സ്വർഗത്തിൽ നിന്ന് വരേണ്ട വചനമാണ്, പിതാവാം ദൈവത്തിൽ നിന്നുള്ള വചനമാണ്. അതെപ്പോൾ നടക്കുന്നു, എങ്ങനെ നടക്കുന്നു എന്ന് നമുക്ക് കാണാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 13-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ യേശു സ്നാനമേൽക്കാൻ യോർദാൻ കരയിൽ യോഹന്നാൻ്റെ അടുക്കൽ ചെല്ലുന്നത് നമുക്ക് കാണാം. അനന്തരം യേശു യോഹന്നാനാൽ സ്നാനമേൽക്കുവാൻ ഗലീലയിൽ നിന്ന് യോർദാൻ കര അവൻ്റെ അടുക്കൽ വന്നു. അവൻ്റെ അടുക്കൽ സ്നാനം സ്വീകരിക്കുവാൻ എത്തുകയാണ്. യോഹന്നാനോ അവനെ വിലക്കി. യോഹന്നാനോ അവനെ വിലക്കി. നിന്നാൽ സ്നാനമേൽക്കുവാൻ എനിക്ക് ആവശ്യം. നിന്നാൽ ഞാനാണ് സ്നാനമേൽക്കേണ്ടത്, നീ എന്നിൽ നിന്നല്ല. കാരണം ഈ സ്നാനം പാപമോചന സ്നാനമാണ്, മാനസാന്തര സ്നാനമാണ്. ഞാൻ പാപിയാണ്, നീ പാപമില്ലാത്തവനാണ്. അതുകൊണ്ട് നീ എനിക്കാണ് സ്നാനം തരേണ്ടത്, നീ എന്നിൽ നിന്ന് സ്നാനമേൽക്കേണ്ടതില്ല
എന്ന് യോഹന്നാൻ യേശുവിനെ തടയുകയാണ്. പിന്നെ നീ എൻ്റെ അടുക്കൽ വരുന്നുവോ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇപ്പോൾ സമ്മതിക്കുക, നീ ഇപ്പോൾ സമ്മതിക്കുക, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതമെന്ന് ഉത്തരം പറഞ്ഞു. ന്യായപ്രമാണം നിവർത്തിക്കുന്നത്, നീതി എന്ന് പറയുന്നത് ന്യായപ്രമാണമാണ്, ന്യായപ്രമാണം നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതമാണ്. നീ ഇപ്പോൾ സമ്മതിക്കൂ, സ്നാനം തരൂ. ഒരിക്കലും സ്നാനമേൽക്കാൻ ആവശ്യമില്ലാത്ത യേശുക്രിസ്തു 30-ാമത്തെ വയസ്സിൽ യോഹന്നാൻ്റെ അടുക്കൽ സ്നാനത്തിനെത്തുകയാണ്. ഇതാണ് പിതാക്കന്മാർ ആ പാട്ട് പാടാൻ കാരണം. നമുക്കതിലേക്ക് വരാം. എന്താണ് 30-ാമത്തെ വയസ്സിൻ്റെ പ്രാധാന്യം? യേശു എന്തുകൊണ്ട് 30-ാമത്തെ വയസ്സ് വരെ സ്നാനമേറ്റില്ല? എടുത്തു വായിക്കണമെന്നില്ല, നിങ്ങൾ വീട്ടിൽ പോയി എടുത്ത് വായിക്കണം. സംഖ്യാപുസ്തകം 4-ാം അധ്യായം 1-ാമത്തെ വാക്യം. സംഖ്യാപുസ്തകം 4-ാം അധ്യായം 1-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ യഹോവയായ ദൈവം മോശയോട് കൽപ്പിക്കുന്നു, നീ ലേവ്യരിൽ കെഹാത്യരിൽ നിന്ന് 30 വയസ്സ് മുതൽ 50 വയസ്സ് വരെ പ്രായമുള്ളവരായി സമാഗമന കൂടാരത്തിൽ വേലയ്ക്ക് ആളെ തിരഞ്ഞെടുക്കണം. ലേവ്യ ക്രമമനുസരിച്ച് ഒരു ലേവ്യ പുരോഹിതൻ പുരോഹിത സ്ഥാനത്തേക്ക് വരുന്നത് 30-ാമത്തെ വയസ്സിലാണ്. 50-ാമത്തെ വയസ്സിൽ ആ പൗരോഹിത്യം തീരും. ഞാനും പ്രിയപ്പെട്ട അച്ഛനുമൊക്കെ സ്വീകരിച്ചിരിക്കുന്ന ഈ പൗരോഹിത്യം നിത്യമാണ്. യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യം നിത്യമാണ്. എന്നാൽ നിഴലായ അഹ്റോന്യ പൗരോഹിത്യം അത് താൽക്കാലികമാണ്. 30 വയസ്സ് മുതൽ 50 വയസ്സ് വരെ മാത്രം. യേശുക്രിസ്തു 30-ാമത്തെ വയസ്സിൽ സ്നാനമേൽക്കാൻ ചെല്ലുന്നു. പൗരോഹിത്യ സ്ഥാനത്തിനുള്ള യോഗ്യത 30 വയസ്സാകണമെന്നുള്ള ആ കണ്ടീഷൻ ഇവിടെ നിറവേറുന്നതായി നമുക്ക് കാണാം. യോഹന്നാനെ നിർബന്ധിച്ചു. യോഹന്നാൻ അവന് സ്നാനം കൊടുത്തു. സ്നാനമേറ്റ് അവൻ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ എന്താണ് ഉണ്ടായത് എന്ന് നമുക്ക് വായിച്ച് കേൾക്കാം. അപ്പോൾ സ്വർഗം തുറന്നു. യേശു അവനോട്, ഇപ്പോൾ സമ്മതിക്കുക, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം എന്ന് ഉത്തരം പറഞ്ഞു. എന്നാരെ അവനെ സമ്മതിച്ചു. സ്വർഗം തുറന്ന് യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറന്നു. ദൈവാത്മാവ് പ്രാവുന്ന പോലെ ഇറങ്ങി തൻ്റെ മേൽ വരുന്നത് അവൻ കണ്ടു. ദൈവാത്മാവ് പ്രാവെന്ന വണ്ണം ഇറങ്ങി അവനിൽ ആവസിക്കുകയും സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേൾക്കുകയും ചെയ്തു. എന്താണ് ആ ശബ്ദം? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇതാണ് ആണയുടെ വചനം. ഈ ആണയുടെ വചനമാണ് യേശുവിനെ പ്രിയപുത്രനായി ദൈവത്തിനും മനുഷ്യനും ഇടയിൽ നിൽക്കുന്ന പുരോഹിത മധ്യസ്ഥനായി ആക്കി തീർക്കുന്ന അവസരം എന്ന് പിതാക്കന്മാർ മനസ്സിലാക്കിയിട്ടാണ് ഈ ഗാനം ഇങ്ങനെ പാടുവാൻ ഇടയായി. അങ്ങനെ മോശയും അഹ്റോനും സ്വീകരിച്ച പൗരോഹിത്യം പകർന്ന് വന്ന് അത് യോഹന്നാനിൽ എത്തി നിൽക്കുകയാണ്. യോഹന്നാനിൽ നിന്ന് സ്നാനമേൽക്കേണ്ട ആവശ്യമില്ലാത്ത യേശു ക്രിസ്തു, പാപമില്ലാത്ത ക്രിസ്തു അവിടെ ചെന്ന് അവനിൽ നിന്ന് സ്നാനം സ്വീകരിക്കുമ്പോൾ സ്വർഗം തുറന്നു. ഇവനെൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന ആണയുടെ വചനമുണ്ടായി. അവൻ്റെ പൗരോഹിത്യം പ്രഖ്യാപിക്കപ്പെട്ടു. നമ്മുടെ പിതാക്കന്മാർ പാടുന്ന പാട്ട് അവരുടെ ആത്മാർത്ഥതയിൽ നിന്ന് വന്നതാണ് എന്ന് തെളിയിക്കുവാൻ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട അച്ഛൻ്റെ ഒരു സഹായം ആവശ്യപ്പെടുകയാണ്. ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛന് പട്ടം തന്നതാരാണ്? അച്ഛൻ പറഞ്ഞു, ദിയസ്കോറോസ് തിരുമേനിയാണ് എനിക്ക് പട്ടം തന്നത്. പട്ടം കൊട ശുശ്രൂഷ കണ്ടിട്ടുള്ളവർക്കൊന്ന് കൈവക്കാം. കുറേ പേര് കൈവക്കി. ഒരു പട്ടം കൊട ശുശ്രൂഷയിൽ ഏതെങ്കിലും ഒരു മേൽപ്പട്ടക്കാരൻ ഞാൻ നിനക്ക് പട്ടം തരുന്നു അല്ലെങ്കിൽ നിന്നെ പട്ടം കെട്ടിക്കുന്നു എന്ന് പറയുന്നതായി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല.
അപ്പോൾ പിന്നെ അച്ഛന് പട്ടം കൊടുത്തതാരാ? തിരുമേനി പറയും, പരിശുദ്ധാത്മാവ് നിന്നെ പട്ടം കെട്ടിക്കുന്നു. അപ്പോൾ അച്ഛന് പട്ടം കൊടുത്തത് യഥാർത്ഥത്തിൽ ആരാണ്? പരിശുദ്ധാത്മാവ്. അച്ഛൻ എന്താ പറഞ്ഞത്? ദിയസ്കോറോസ് തിരുമേനി പട്ടം തന്നു എന്ന് അച്ഛൻ പറഞ്ഞു. ഇപ്പോൾ നാം മനസ്സിലാക്കുന്നു, അച്ഛന് പട്ടം കൊടുത്തത് ദിയസ്കോറോസ് തിരുമേനി അല്ല, പരിശുദ്ധാത്മാവാണ്. അച്ഛൻ പറഞ്ഞത് കള്ളമാണോ? കള്ളമല്ല. സത്യമാണോ? സത്യവുമല്ല. പിന്നെ എന്താണ്? അച്ഛൻ പരമാർത്ഥ ഹൃദയത്തിൽ നിന്ന് സാധാരണ എല്ലാവരും പറയുന്നത് പോലെ ദിയസ്കോറോസ് തിരുമേനി എനിക്ക് പട്ടം തന്നു എന്ന് പറയുകയാണ് ചെയ്തത്. പ്രിയപ്പെട്ടവരെ, ഞാൻ എന്തിനാണിത് പറഞ്ഞത്? യോർദാൻ നദിയിൽ യോഹന്നാൻ സ്നാപകൻ യേശുവിനെ സ്നാനപ്പെടുത്തുമ്പോൾ സ്വർഗം തുറന്നു. പരിശുദ്ധാത്മാവ് പ്രാവെന്നവണ്ണം ഇറങ്ങി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന ആണയുടെ വചനം സ്വർഗത്തിൽ നിന്നുണ്ടായി. അങ്ങനെ യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യം പ്രഖ്യാപിക്കപ്പെട്ടു. ദിയസ്കോറോസ് തിരുമേനി പട്ടം തന്നു എന്ന് അച്ഛൻ പരമാർത്ഥ ഹൃദയത്തിൽ നിന്ന് പറഞ്ഞതുപോലെ നമ്മുടെ പിതാക്കന്മാർ പരമാർത്ഥ ഹൃദയത്തിൽ പാടി ആ മാമോദീസ അല്ലെങ്കിൽ സ്നാനം അത് നടക്കുന്ന അവസരത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവൻ്റെ പൗരോഹിത്യത്തെ പ്രഖ്യാപിച്ചു. അതുകൊണ്ടാണ് പിതാക്കന്മാർ ആ പാട്ട് അങ്ങനെ പാടുന്നത്. അത് പരമാർത്ഥ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു പാട്ടാണ് എന്ന് നാം മനസ്സിലാക്കണം. മറ്റൊരു വിധത്തിലും ഈ പാട്ട് അർത്ഥപൂർണമാണ്. പൗരോഹിത്യം എന്ന് പറയുന്ന ആ പദവി, ആ ബാറ്റൻ മോശയും അഹ്റോനും സ്വീകരിച്ച് അത് പകർന്ന് യോഹന്നാൻ്റെ കയ്യിലെത്തി. നിങ്ങളൊന്ന് ആലോചിക്കൂ, ഈ പൗരോഹിത്യം യോഹന്നാന് എന്തു ചെയ്യാൻ പറ്റും? തൻ്റെ എത്തി നിൽക്കുന്ന പൗരോഹിത്യം മറ്റൊരാൾക്ക് കൊടുക്കാം. അങ്ങനെ ആരും വാങ്ങാനില്ലെങ്കിൽ യോഹന്നാൻ എന്തു ചെയ്യും? യോഹന്നാൻ തൻ്റെ കയ്യിൽ അവസാനിപ്പിക്കാമോ? തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ബാറ്റൻ അടുത്ത ആൾക്ക് കൊടുക്കണ്ടേ? അങ്ങനെ വാങ്ങാൻ ആളില്ലെങ്കിൽ എന്തു ചെയ്യും? ആര് തന്നോ അവനെ ഏൽപ്പിക്കണം. പിതാവായ ദൈവം ഏൽപ്പിച്ചതാണ് ഈ പൗരോഹിത്യ നൽവരം. അങ്ങനെയെങ്കിൽ അത് തിരിച്ച് പിതാവാം ദൈവത്തെ തന്നെ ഏൽപ്പിക്കണം. പിതാവാം ദൈവത്തെ ഏൽപ്പിക്കേണ്ടതിന് പകരം പുത്രൻ തമ്പുരാനെ ഏൽപ്പിച്ചാൽ, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, എന്നെ അറിയുന്നവൻ പിതാവിനെ അറിയുന്നു, ഞാനും പിതാവും ഒന്നാണെന്ന് പറയുന്ന യേശു ക്രിസ്തുവിനെ ഏൽപ്പിച്ചാൽ ആ പൗരോഹിത്യം യോഹന്നാൻ്റെ കയ്യിൽ നിന്ന് ഒഴിവായി കിട്ടി എന്ന് നമുക്ക് ബോധ്യമാകും. പ്രിയപ്പെട്ടവരെ, ഇതാണ് നമ്മുടെ പിതാക്കന്മാർ നമ്മെ പാടി പഠിപ്പിച്ച ആ പാട്ട്. അതിലൊരു വേദവിപരീതവും ഇല്ല. അത് അവരുടെ പരമാർത്ഥ ഹൃദയത്തിൽ നിന്ന് യേശു ക്രിസ്തു പൗരോഹിത്യം പ്രഖ്യാപിക്കപ്പെട്ടവനായി യോർദാൻ കരയിൽ നിൽക്കുന്ന ആ അവസരത്തെ കണ്ടുകൊണ്ട് പിതാക്കന്മാർ പാടിയതാണ്. നമുക്കൊന്നുകൂടെ പാടാം. ആദ്യാചാരിത്വം കൈക്കൊണ്ടകറോൻ മോശയോടൊന്നീച്ച് സ്കറിയായ്ക്കതു നൽകി മൂശ സ്കറിയായോഹന്നാനേകി യോഹന്നാൻ കർത്താവിനും കർത്താതൻ സ്ലീഹൻ മാർക്കും നാനാ സൃഷ്ടി വിഭാഗങ്ങൾക്കേകി ശിഷ്യന്മാർ. ഇനി ഒരു ആധുനിക സഭ പ്രവർത്തകനും ഈ പുതുപ്പള്ളി പള്ളി ഇടവകയിലുള്ള ആരെയും ഇത് പറഞ്ഞ് വഞ്ചിക്കാതിരിക്കട്ടെ എന്ന് ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ യേശുക്രിസ്തു രണ്ടാമത്തേതിനെ സ്ഥാപിപ്പാൻ ഒന്നാമത്തേതിനെ നീക്കിക്കളഞ്ഞു.
ഒന്നാമത്തെ അഹറോന്യ പൗരോഹിത്യത്തിന് പകരം രണ്ടാമത്തെ പൗരോഹിത്യം യേശു ക്രിസ്തുവിൽ സ്ഥാപിക്കപ്പെട്ടു. അത് മൽക്കിസദേക്കിൻ്റെ വിധത്തിലുള്ള പൗരോഹിത്യമാണ്. ആ പൗരോഹിത്യം നിത്യമാണ്, അതെന്നും നിലനിൽക്കുന്നതാണ്. ആ പൗരോഹിത്യം അനുസരിച്ച് മൽക്കിസദേക്ക് അർപ്പിച്ചത് അപ്പവും വീഞ്ഞുമാണ്. അങ്ങനെ അപ്പവീഞ്ഞുകൾ അർപ്പിക്കുന്ന മൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യത്തിലേക്ക് ഇതാ യേശു ക്രിസ്തു നമ്മെ കൈപിടിച്ച് കൊണ്ടുവരികയാണ്. പഴയ നിയമ പൗരോഹിത്യം യേശു ക്രിസ്തുവിൽ പൂർണ്ണമാവുകയും ആ പൗരോഹിത്യത്തിൻ്റെ പടവുകളിൽ കൂടെ കയറി വന്ന് മൽക്കിസദേക്കിൻ്റെ വിധത്തിലുള്ള പൗരോഹിത്യം യേശു ക്രിസ്തു സ്ഥാപിക്കുകയും ചെയ്തു. അതെങ്ങനെയാണ്? അതാണ് നാം കഴിഞ്ഞ പെസഹ വ്യാഴാഴ്ച ആചരിച്ചത്. പ്രിയപ്പെട്ടവരെ, കാൽവറിയിൽ അവൻ യാഗമായി അർപ്പിക്കപ്പെടുവാൻ പോകേണ്ട സമയമായിരിക്കുന്നു. അവൻ ഏൽപ്പിക്കപ്പെടുവാനിരുന്നതിൻ്റെ തലേ രാത്രിയിൽ അവൻ തൻ്റെ ശിഷ്യന്മാരെ വിളിച്ചു. അവരോട് ആവശ്യപ്പെട്ടു, ഒരു മാളിക വിരിച്ചൊരുക്കണം. നിങ്ങൾ വളരെ ഗൗരവത്തോടെ ഇത് കേൾക്കുന്നു എന്ന് എനിക്കറിയാം. എൻ്റെ കർത്താവിന് ജനിക്കുവാൻ കല്ലടാവ് മതിയായിരുന്നു. എൻ്റെ കർത്താവിന് കിടക്കുവാൻ പുൽത്തൊഴുത്ത് മതിയായിരുന്നു. അവനെ പുതപ്പിക്കുവാൻ കീറത്തുണി മാത്രം. അരക്കാശിന് മുതലില്ല, തലചായ്പനിടമില്ല. ഈ ലോകപ്രകാരം ഒരു പ്രത്യേക അവകാശവാദങ്ങൾക്കും അർഹതയില്ലാത്തവനാണ് യേശു തമ്പുരാൻ. നിങ്ങൾക്കറിയാം, യെരൂശലേം ദേവാലയത്തിലേക്ക് മഹത്തരമായിരിക്കുന്ന അവൻ്റെ ജൈത്രയാത്ര നടക്കുമ്പോൾ ഒരു കുതിരക്കുട്ടിയെപ്പോലും എൻ്റെ കർത്താവിന് കിട്ടിയില്ല. നിന്ദ്യവും ഹീനവുമായ ഒരു കഴുതക്കുട്ടിപ്പുറത്താണ് അവൻ ആ യാത്ര ചെയ്യുന്നത്. ഇത്രയും വിനീതനായവൻ, ഒരു പൈസയ്ക്ക് സ്വത്തില്ലാത്തവൻ, വീടോ കിടപ്പാടമോ ഇല്ലാത്തവൻ, ഒരിക്കൽ മാത്രം ആവശ്യപ്പെടുന്നു, ഒരു മാളിക വിരിച്ചൊരുക്കണം. ഈ മുമ്പിലിരിക്കുന്ന കുട്ടിയുടെ പ്രായത്തിൽ ഞാനൊക്കെ പാടി നടന്നിട്ടുണ്ട്. ജന്മസ്ഥലം വഴിയമ്പലം ശയ്യാഗ്രഹം പുൽക്കൂടാക്കി വഴിയാധാര ജീവിയായി നീ പാരിടത്തിൽ ജീവിച്ചല്ലോ. അരക്കാശിനും മുതലില്ലാതെ തലചായ്പാനും ഇടമില്ലാതെ 33.5 കൊല്ലം പാരിടത്തിൽ പാർത്തല്ലോ നീ. ഒന്നുമില്ലാത്തവനായ കർത്താവ്, ലോകപ്രകാരം ഒരു നേട്ടവും ഒരു പദവിയും അവകാശപ്പെടാൻ ആഗ്രഹിക്കാത്ത കർത്താവ് ഒരിക്കൽ മാത്രം ആവശ്യപ്പെട്ടു, ഒരു മാളിക വിരിച്ചൊരുക്കണം. ആ മാളികയിലേക്ക് സമയമായപ്പോൾ അവൻ കയറിപ്പോയി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പിതാക്കന്മാർ എത്ര ചെറിയ ദേവാലയമാണെങ്കിലും എത്ര പാവങ്ങളാണെങ്കിലും മദ്ബഹായും ത്രോണോസും വിരിച്ചൊരുക്കും. അതിൻ്റെ കാരണം ഇതാണ്. ഒരിക്കൽ മാത്രം അവൻ ആവശ്യപ്പെട്ടു, വിരിച്ചൊരുക്കിയ മാളിക. ആ മാളികയിലേക്ക് തൻ്റെ ശിഷ്യന്മാരെ കുട്ടിക്കൊണ്ട് കർത്താവ് കടന്നുപോയി. കാൽവരി ക്രൂശിൽ അവൻ പിടഞ്ഞു മരിക്കുമ്പോൾ ക്രൂശിൻ ചുവട്ടിൽ നോക്കി നിന്നുകൊണ്ട് ഓമനപുത്രൻ്റെ മരണം കണ്ടു നിന്ന ആ അമ്മയെപ്പോലും ആ മകൻ ആ മാളികയിലേക്ക് കൊണ്ടുപോയില്ല.
അവിടെ അവനും അവൻ്റെ 12 അപ്പോസ്തലന്മാരും മാത്രം. മൽക്കിസദേക്കിൻ്റെ വിധത്തിൽ അവനവിടെ ബലിയർപ്പണം നടത്തുകയാണ്. എന്താണ് ചെയ്തത്? അവൻ അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇത് എൻ്റെ ശരീരമാണ്. അപ്രകാരം തന്നെ വീഞ്ഞും വെള്ളവും കലർത്തിയുണ്ടാക്കിയ പാനപാത്രമെടുത്ത് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇത് എൻ്റെ രക്തമാണ്, നിങ്ങൾ വാങ്ങി പാനം ചെയ്യുവിൻ. അവൻ ഏൽപ്പിക്കപ്പെടുവാനിരുന്നതിൻ്റെ തലേ രാത്രിയിലാണ് ഇത് സംഭവിക്കുന്നത്. അങ്ങനെ ആ മാളികയിൽ വെച്ച് പുതിയ നിയമ ബലിയർപ്പണം കർത്താവ് ആരംഭിച്ച്, ഞാൻ വരുന്നത് വരെ എൻ്റെ ഓർമ്മയ്ക്കായി ഇപ്രകാരം അനുഷ്ഠിപ്പീനെന്ന് അവരെ ചുമതലപ്പെടുത്തിക്കൊണ്ട് അവൻ കാൽവരിയിലേക്ക് നടന്ന് നീങ്ങുകയാണ്. ഒരു മെഴുകുതിരി കത്തിയിരിക്കുമ്പോൾ അതിൽ നിന്ന് മറ്റൊന്ന് കത്തിക്കാം. എന്നാൽ മെഴുകുതിരി ഊതിക്കെടുത്തിയതിന് ശേഷം അതിൽ നിന്ന് കത്തിക്കാൻ ഒക്കുകയില്ല. കർത്താവ് അതാണ് ചെയ്തത്. അവൻ കാൽവരിയിൽ ഒരിക്കലായി തന്നെ യാഗമായി അർപ്പിക്കുവാൻ പോകുന്നതിന് മുമ്പ് രക്തരഹിത യാഗം സെഖിയോൻ മാളികയിൽ സ്ഥാപിച്ച് അതനുഷ്ഠിച്ച് തൻ്റെ ശിഷ്യന്മാരെ പരിമേൽപ്പിച്ചു. എന്നിട്ടാണ് കാൽവരി ക്രൂശിലേക്ക് പോകുന്നത്. രണ്ടാമത്തേതിനെ അവൻ സ്ഥാപിച്ചു. ഒന്നാമത്തേതിനെ നീക്കിക്കളയുവാൻ അവൻ കാൽവരി മലയിലേക്ക് നടക്കുകയാണ്. അവിടെ അവൻ യാഗമായി അർപ്പിക്കപ്പെടുന്നതോടുകൂടി രക്താർപ്പിത യാഗത്തിന് അന്ത്യം വന്നു. ഇനിയും രക്താർപ്പിത യാഗത്തിന് സാങ്കത്യമില്ല. യെരൂശലേം ദേവാലയത്തിൽ അർപ്പിച്ചുകൊണ്ടിരുന്ന രക്താർപ്പിത യാഗം കാൽവറിയിലെ രക്താർപ്പിത യാഗത്തോടുകൂടി നിർത്തേണ്ടതാണ്. ഇനി തുടരേണ്ടത് അതിനു മുമ്പായി സ്ഥാപിച്ച് രണ്ടാമത്തേതിനെ സ്ഥാപിച്ച് ഒന്നാമത്തേതിനെ നീക്കിക്കളയുമ്പോൾ ഇനിയും അനുഷ്ഠിക്കേണ്ടത് അപ്പവീഞ്ഞുകളുടെ രക്തരഹിത യാഗമാണ്. പ്രിയപ്പെട്ടവരെ, അതാണ് നമ്മുടെ പിതാക്കന്മാർ നമുക്ക് തന്നിട്ടുള്ള വിശ്വാസ സത്യം. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാനയ്ക്ക് നാം ഇത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നത്. എന്നാൽ ഇത് പഠിക്കുവാനോ മനസ്സിലാക്കുവാനോ പലപ്പോഴും നാം മെനക്കെടാറില്ല. നമ്മെ വഴിതെറ്റിക്കുവാൻ, വിശ്വാസത്തിൻ്റെ പേരിൽ വഴിതെറ്റിക്കുവാൻ വരുന്ന അനേകരുണ്ട്. കർത്താവിൻ്റെ ശരീര രക്തങ്ങൾ അനുഭവിച്ചാൽ എന്തുണ്ടാകും എന്നുകൂടെ നമുക്ക് വായിച്ച് കേൾക്കാം. ആദ്യം വായിച്ച വേദഭാഗത്തേക്ക് നമുക്കൊന്ന് പോകാം. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 38-ാമത്തെ വാക്യത്തിൻ്റെ വായിച്ചതിൻ്റെ തുടർച്ചയും കൂടി ഇപ്പോൾ ഒരുമിച്ച് വായിച്ച് കേൾക്കാം. ഞാൻ എൻ്റെ ഇഷ്ടമല്ല എന്നെ അയച്ചവൻ്റെ ഇഷ്ടമത്രേ ചെയ്യുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത്. അവൻ എനിക്ക് തന്നതിൽ ഒന്നും ഞാൻ കളയാതെ എല്ലാം ഒടുക്കത്തെ നാളിൽ എല്ലാവരും ഒടുവിലത്തെ നാളിൽ ഉയർത്തെഴുന്നേൽക്കണം എന്നുള്ളതാണ് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. അടുത്തത്, പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകണമെന്നാകുന്നു എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. ഞാൻ അവനെ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും ബാക്കി നിങ്ങൾക്ക് പറയാമോ? എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. ഒടുവിലത്തെ നാളിൽ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. ദൈവത്തിൻ്റെ ഉദ്ദേശം എല്ലാവരും ഒടുവിലത്തെ നാളിൽ ഉയർത്തെഴുന്നേൽക്കണമെന്നുള്ളതാണ്. ഇവിടെ കർത്താവ് പറയുന്നു, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. ഒടുവിലത്തെ നാളിൽ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. പ്രിയപ്പെട്ടവരെ, കാൽവരിയിൽ ഈ യാഗമർപ്പിച്ച കർത്താവ് രണ്ടാമത്തേതിനെ സ്ഥാപിച്ച്
ഒന്നാമത്തേത് രക്താർപ്പിത യാഗത്തിന് അന്ത്യം കുറിച്ചു. അതോടെ യെരൂശലേം ദേവാലയത്തിൽ യഹൂദ ജനത അന്നുവരെ നടത്തിയിരുന്ന രക്താർപ്പിത യാഗം അവസാനിപ്പിക്കേണ്ടതാണ്. അവരനുഷ്ഠിക്കേണ്ടത് അപ്പവീഞ്ഞുകളുടെ യാഗമാണ്. പക്ഷേ യഹൂദ ജനത യേശുവിനെ സ്വീകരിച്ചില്ല. അവർ യെരൂശലേം ദേവാലയത്തിൽ ആ യാഗവും ബലിയും തുടർന്നുകൊണ്ടിരുന്നു. എന്ത് സംഭവിച്ചു? AD 70 ടൈറ്റസ് ചക്രവർത്തി യെരൂശലേം ദേവാലയം ആക്രമിച്ച് അഗ്നിക്കിരയാക്കി. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. യേശുക്രിസ്തു 33-ാമത്തെ തിരുവയസ്സിലാണ് കാൽവറിയിൽ യാഗമായി അർപ്പിക്കപ്പെട്ടത്. അവൻ കാൽവറിയിൽ യാഗമായി അർപ്പിക്കപ്പെടുമ്പോൾ ദേവാലയത്തിൽ അർപ്പിച്ചിരുന്ന രക്താർപ്പിത യാഗം അന്ന് നിർത്തേണ്ടതാണ്. അത് നിർത്തിയില്ല. തുടരേണ്ടത് അപ്പവീഞ്ഞുകളുടെ യാഗമാണ്. അത് ചെയ്തതുമില്ല. അവൻ യാഗം തുടർന്നുകൊണ്ടിരുന്നു. എൻ്റെ അഭിപ്രായത്തിൽ യഹോവയായ ദൈവം യഹൂദന് ഒരു ഗ്രേസ് പീരീഡ് കൊടുത്തു. 40 കൊല്ലം. യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം 33.5 തിരുവയസ്സിലാണെന്ന് ഞാൻ പറഞ്ഞു. അവൻ ജനിച്ചത് BC 2-നും 4-നും ഇടയിലാണ്. അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം AD 30 എന്ന് നമുക്ക് വിചാരിക്കാം. AD 30. യഹൂദനെ യഹോവയായ ദൈവം ഒരു ഗ്രേസ് പീരീഡ് കൊടുത്തു. 40 കൊല്ലം. അപ്പോൾ എവിടെ എത്തി? AD 70. AD 70 തീത്തൂസ് ചക്രവർത്തി യെരൂശലേം ദേവാലയം കൊള്ളയടിച്ചു, അഗ്നിക്കിരയാക്കി, അനേക യഹൂദന്മാരെ കൊന്നൊടുക്കി, അനേകരെ അടിമകളായി പിടിച്ചുകൊണ്ടുപോയി. അന്ന് യാഗപീഠം പകർക്കപ്പെട്ടു. ബലിപീഠത്തിൽ യാഗാർപ്പണം നടക്കാതെയായി. AD 70 മുതൽ, ഇത് 2025 ഇന്ന് വരെ യെരൂശലേം ദേവാലയം പുനർനിർമ്മിക്കപ്പെട്ടിട്ടില്ല. അവിടെ യാഗാർപ്പണമില്ല, പുരോഹിതനില്ല, ബലിയർപ്പണവുമില്ല. 1998 ഞാൻ ഹോളി ലാൻഡ്സിൽ പോയി. വിശുദ്ധ നാട് സന്ദർശിച്ച അവസരത്തിൽ എന്നെ പരിചയപ്പെട്ട അവിടുത്തെ ഗൈഡിനോട് ഞാൻ ചോദിച്ചു, ഇവിടെ ഇപ്പോൾ പുരോഹിതന്മാരുണ്ടോ? പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാമോ, ഇസ്രയേലിൽ ഇപ്പോഴും പുരോഹിതന്മാരുണ്ട്. ലേവി കുടുംബത്തിലെ പുരുഷന്മാരെ പുരോഹിതന്മാരായി ഉപയോഗിക്കത്തക്കവണ്ണം ശമ്പളം കൊടുത്ത് നിർത്തിയിട്ടുണ്ട്. കൊഹൈൻ എന്നാണ് അവരെ വിളിക്കുന്നത്. സുറിയാനിയിൽ കൊഹനോ എന്ന് പറഞ്ഞാൽ പട്ടക്കാരൻ എന്നർത്ഥം. യേശു ക്രിസ്തു വരും, മെസ്സിയ വരും, ദേവാലയം സ്ഥാപിക്കും, ബലിപീഠമുണ്ടാക്കും, അവിടെ ബലിയർപ്പണം നടത്താൻ അന്ന് പുരോഹിതനെ ആവശ്യമായി വരും എന്നുള്ളതുകൊണ്ട് ഇന്നും ഇസ്രയേൽ ഗവൺമെൻറ് ഖജനാവിൽ നിന്ന് ശമ്പളം കൊടുത്ത് പുരോഹിതന്മാരെ തീറ്റിപ്പോറ്റിക്കൊണ്ടിരിക്കുകയാണ്. 2000-ഓളം വർഷമായി യാഗബലികളില്ല. ഇനി അവിടെ നാം വിശ്വസിക്കുന്നതനുസരിച്ച് മൃഗബലി ഒരിക്കലും നടക്കുവാൻ സാധ്യതയുമില്ല. രക്താർപ്പിത ബലി യേശുക്രിസ്തുവിൻ്റെ കാൽവറിയിലെ ക്രൂശിലെ യാഗത്താൽ തീർന്നു. അവൻ ആട്ടിൻകുട്ടിയായതുകൊണ്ടാണ് ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് യോഹന്നാൻ സ്നാപകൻ അവനെ പരിചയപ്പെടുത്തിയത്. ആ യാഗം അത് കാൽവറിയിൽ ഒരിക്കലായി അർപ്പിക്കപ്പെട്ടതിന് ശേഷം ഇനി പാപത്തിനു വേണ്ടി ഒരു യാഗവുമില്ല എന്ന പെന്തക്കോസ്ത സഭയുടെ ആ പഠിപ്പിക്കലിനെ ഞാൻ ആദരിക്കുന്നു, തർക്കമില്ല. എന്നാൽ മറ്റൊന്നിനെ സ്ഥാപിച്ചിട്ടാണ് ഒന്നാമത്തേതിനെ നീക്കിക്കളഞ്ഞിരിക്കുന്നതെന്ന് നാം ഓർക്കണം.
പ്രിയപ്പെട്ടവരെ, അപ്പോൾ രണ്ടാമത്തേതായി ക്രിസ്തു സ്ഥാപിച്ചത് വിശുദ്ധ കുർബാന, ബലിയർപ്പണം. അവൻ വിരിച്ചൊരുക്കിയ മാളികയിൽ തൻ്റെ ശിഷ്യന്മാരെ ഏൽപ്പിച്ചത് താൻ വീണ്ടും വരുവോളം ഇത് നിങ്ങൾ അനുഷ്ഠിപ്പീൻ എന്ന കൽപ്പനയിൽ കൂടിയാണ്. അത് ഇന്നും നാം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിൽ നിന്ന് എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് വിശുദ്ധ ബലിയർപ്പണത്തിൻ്റെ പ്രാധാന്യം മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കട്ടെ. നമുക്ക് വചന ശുശ്രൂഷകൾ കേൾക്കാം, നല്ല പാട്ടുകൾ കേൾക്കാം, ചാടിയും തുള്ളിയുമൊക്കെ വചനപ്രഘോഷണം നടത്തി ആളുകളെ ആകർഷിക്കുന്നത് കാണാം. പക്ഷേ അവിടെ കർത്താവിൻ്റെ ശരീരരക്തങ്ങൾ നമുക്ക് ലഭിക്കില്ല. ഇത് സാത്താൻ്റെ വലിയ ഒരു തന്ത്രമാണ്. നമ്മെ ഈ സത്യത്തിൽ നിന്ന് പിറകോട്ട് വലിക്കുവാൻ അവനൊരുക്കുന്ന കെണിയാണ് ആധുനിക വേർപാട് സഭകൾ നടത്തുന്ന സുവിശേഷ ഘോഷണവും പ്രസംഗവും അതുപോലെയുള്ള ചടങ്ങുകളും എന്ന് പറയാൻ എനിക്കൊരു മടിയുമില്ല. അതെല്ലാം നല്ലത് തന്നെ എന്ന് ഞാൻ സമ്മതിക്കാം. എന്നാൽ കർത്താവിൻ്റെ ശരീരരക്തങ്ങൾ അനുഭവിക്കുന്നതിൽ നിന്ന് അവർ നമ്മെ മാറ്റിക്കളയുകയാണ്. അത് സാത്താൻ്റെ വലിയ ഒരു തന്ത്രമാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ രണ്ടാമത്തേതിനെ സ്ഥാപിക്കാൻ അവൻ ചെയ്തത് കാൽവറി ക്രൂശിലെ യാഗത്തിന് മുമ്പ് അപ്പവീഞ്ഞുകളുടെ യാഗം അർപ്പിച്ചുകൊണ്ട് പുതിയ ബലിയർപ്പണ രീതി സ്ഥാപിച്ചു എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം പുരോഹിതന്മാരാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു, നമ്മുടെ സഭയെ സംബന്ധിച്ചിടത്തോളം വേർപാട് സഭകൾക്കുള്ള പരാതി പുതിയ നിയമസഭയിൽ പുരോഹിതനില്ല. കർത്താവ് 12 അപ്പോസ്തലന്മാരെ മാത്രമാണ് തിരഞ്ഞെടുത്തത്. എന്നാൽ കർത്താവും ഒരു അപ്പോസ്തലനാണ് എന്ന് നാം എബ്രായ ലേഖനത്തിൽ വായിക്കുകയുണ്ടായി. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 21-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നാം ഇപ്രകാരം കാണും. കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു, എൻ്റെ പിതാവ് എന്നെ അയച്ച പോലെ, ബാക്കി നിങ്ങൾ പറയണം, ഞാൻ നിങ്ങളെയും അയക്കുന്നു. വെരി ഗുഡ്. സഹോദരിമാർ ഉത്തരം പറഞ്ഞു. എൻ്റെ പിതാവ് എന്നെ അയച്ച പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. പിതാവ് എങ്ങനെയാണ് അയച്ചത്? പുത്രനെ അയച്ചത് മഹാപുരോഹിതനും അപ്പോസ്തലനുമായിട്ടാണെന്ന് നാം കണ്ടു, എബ്രായ ലേഖനം 3:1. അങ്ങനെയെങ്കിൽ പിതാവാം ദൈവം എന്നെ അയച്ച പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അപ്പോസ്തലന്മാർ മഹാപുരോഹിതന്മാരാണ്. അപ്പോസ്തലന്മാർ മാത്രമല്ല. അപ്പോസ്തലൻ എന്ന വാക്കിൻ്റെ അർത്ഥം അംബാസിഡർ, അയക്കപ്പെട്ടവൻ. അമേരിക്കയിലെ ഇന്ത്യൻ അംബാസിഡർ അവിടെ ഒരു പേപ്പർ ഒപ്പുവെച്ചാൽ അത് ഇന്ത്യ ഗവൺമെൻറ് ഒപ്പുവെച്ചതിന് തുല്യമാണ്. അതുകൊണ്ട് കർത്താവ് തൻ്റെ അപ്പോസ്തലന്മാരെ പരമേൽപ്പിക്കുമ്പോൾ സർവ്വവിധ അധികാരവും അവർക്ക് കൊടുത്തു. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെടും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിൽ അഴിക്കപ്പെടും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 18-ാമത്തെ വാക്യം. പ്രിയപ്പെട്ടവരെ, നമ്മെ വഴിതെറ്റിക്കുന്ന വിശ്വാസ പഠന വീരന്മാർ നമ്മെ സമീപിച്ചു എന്ന് വരാം. നമ്മുടെ പിതാക്കന്മാർക്ക് നമ്മെ കള്ളത്തരം പഠിപ്പിച്ചിട്ട് എന്ത് കാര്യം? അവർക്ക് സ്ഥാനം വേണ്ട, മാനം വേണ്ട, പദവി വേണ്ട, പണം വേണ്ട, ഒന്നും വേണ്ട. അവർ ദൈവത്തെ ആരാധിച്ച് മറ്റെല്ലാം വിട്ട് ഈ ലോകത്തെ ചവറ് എന്നെണ്ണി സകലതും ത്യജിച്ച് ധ്യാനനിരതരായിരുന്ന് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ആ കൃപാവരങ്ങളും വിശ്വാസ സത്യങ്ങളും നമുക്ക് പകർന്നു തന്നിരിക്കുന്നതാണ് മഹത്തരമായിരിക്കുന്ന
നമ്മുടെ ആരാധന. ഈ ആരാധനയിൽ നാം കേൾക്കുന്നത് വേദപുസ്തകം കടഞ്ഞെടുത്ത അതിൻ്റെ അന്തസത്തയാണ്. ഗാനങ്ങളിൽ കൂടി പ്രാർത്ഥനകളിൽ കൂടി വേദപുസ്തക സത്യങ്ങൾ പിതാക്കന്മാർ നമുക്ക് പകർന്നു തന്നിരിക്കുന്നതാണ് നമ്മുടെ ആരാധനകൾ. ഏതോ ഒരു ആരാധനയിലും വേദപുസ്തക ഭാഗങ്ങൾ നാം കാണുന്നു, അതിൻ്റെ വ്യാഖ്യാനങ്ങൾ കാണുന്നു. അങ്ങനെ പിതാക്കന്മാർ നമ്മെ കൈപിടിച്ച് നടത്തി മലങ്കര സഭയിലെ ഓമന മക്കളെ ഇങ്ങനെ പരിപാലിച്ചു വരികയാണ്. മലങ്കര സഭയ്ക്ക് അഭിമാനമായി എന്നും നിലനിൽക്കുന്ന ഒരിടവകയാണ് പുതുപ്പള്ളി പള്ളി. പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറിൻ്റെ മരണത്തോടും കബറടക്കത്തോടും ബന്ധപ്പെട്ട് ലോകം മുഴുവനും ഈ ഇടവക അറിയപ്പെടുകയാണ്. എല്ലാവരും പുതുപ്പള്ളി പള്ളി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ പള്ളിയിലെ അംഗങ്ങളായിരിക്കാൻ ഭാഗ്യം സിദ്ധിച്ചവരാണ് നിങ്ങൾ. ഈ പള്ളിയിൽ വരുന്നതും ഇവിടെ പ്രാർത്ഥിക്കുന്നതും നിങ്ങളുമായി സമയം ചെലവഴിക്കുന്നതുമെല്ലാം വലിയ അനുഗ്രഹമായി കാണുകയാണ് ഞാനും വടക്കുള്ള അനേകം ആളുകളും. അതുകൊണ്ട് സത്യവിശ്വാസത്തിൽ നിന്ന് ഒരിക്കലും വ്യതിചലിച്ചു പോകുവാൻ നമുക്കിടയാകരുത്. പ്രിയപ്പെട്ടവരെ, ഒരു വാക്യം കൂടെ നമുക്ക് വായിച്ചു കേൾക്കാം. അത് യിരെമ്യാ പ്രവചനം 33-ാം അധ്യായം 17-ാമത്തെ വാക്യമാണ്. ആ വാക്യം വായിച്ചുകൊണ്ട് അതിൻ്റെ ആശയം വിശദമാക്കിക്കൊണ്ട് ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: തക്ക സമയത്ത് പകലും രാവും ഇല്ലാതിരിക്കത്തക്കവണ്ണം പകലിനോടുള്ള എൻ്റെ നിയമവും രാത്രിയോടുള്ള എൻ്റെ നിയമവും ദുർബലമാക്കുവാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ എൻ്റെ ദാസനായ ദാവീദിന് അവൻ്റെ സിംഹാസനത്തിലിരുന്ന് വാഴുവാൻ ഒരു മകനില്ലാതെ വരത്തക്കവണ്ണം അവനോടും എൻ്റെ ശുശ്രൂഷകന്മാരായ ലേവ്യ പുരോഹിതന്മാരോടുമുള്ള എൻ്റെ നിയമം ദുർബലമായി വരാം. നിങ്ങൾക്ക് ആ വാചകം വായിച്ചു കേട്ടാൽ വളരെ പെട്ടെന്ന് മനസ്സിലായി എന്ന് വരികയില്ല. യിരെമ്യാ പ്രവാചകൻ പറയുന്നു, സൂര്യനും ചന്ദ്രനും ഉണ്ടെങ്കിൽ, രാത്രിയും പകലുമുണ്ടെങ്കിൽ, എന്താണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം? ഈ ലോകം ഇങ്ങനെ നിലനിൽക്കുന്നുവെങ്കിൽ, ലോകം ഉള്ളിടത്തോളം കാലം ദാവീദിൻ്റെ സിംഹാസനത്തിലേക്കൊരു പിൻഗാമി ഇല്ലാതെ വരികയില്ല. ദൈവത്തിൻ്റെ പുരോഹിതന്മാർക്ക് യാഗപീഠത്തെങ്കിൽ യാഗമർപ്പിക്കാൻ ഒരു പുരോഹിതൻ ഇല്ലാതെ വരികയില്ല. ഇതാണ് വാക്യത്തിൻ്റെ അർത്ഥം. യിരെമ്യാ പ്രവചനം 33-ാം അധ്യായം 17-ാമത്തെ വാക്യം. തുടർന്ന് ഇനിയും ഇതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാം. രാത്രിയും പകലുമുണ്ടെങ്കിൽ ദാവീദിൻ്റെ സിംഹാസനത്തിന് ഒരു പിൻഗാമി ഉണ്ടായിരിക്കും. രാത്രിയും പകലുമുണ്ട് ലോകം നിലനിൽക്കുന്നെങ്കിൽ ലേവ്യ പുരോഹിതന് യാഗമർപ്പിക്കാൻ ഒരു പുരോഹിതനുണ്ടായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഇത് പ്രവാചകൻ്റെ വാക്കാണ്. പ്രവചനം തെറ്റാൻ പാടില്ല. പ്രവചനം തെറ്റിയാൽ എല്ലാം തീർന്നു. അങ്ങനെയെങ്കിൽ ഇപ്പോൾ രാവും പകലുമുണ്ട്, ലോകം സൂര്യനും ചന്ദ്രനുമുണ്ട്, ലോകം ഇന്ന് നിലനിൽക്കുന്നു. രണ്ട് കാര്യങ്ങൾ അങ്ങനെയെങ്കിൽ നിലനിൽക്കണം. ഒന്ന്, ദാവീദിൻ്റെ സിംഹാസനത്തിന് ഒരു പിൻഗാമി വേണം. ആ സിംഹാസനത്തിൽ ഇരുന്ന് വാഴുവാൻ ഒരാളിപ്പോഴും വേണം. അങ്ങനെ ഉണ്ടോ? ദാവീദ് എന്നേ കാലം ചെയ്തു, അവൻ്റെ രാജ്യം എന്നേ തീർന്നു. അവൻ്റെ സിംഹാസനത്തിലിരിക്കാൻ ആരുണ്ട്? പിൻഗാമിയായിട്ട് ആരുണ്ട്? നിങ്ങൾ ലൂക്കോസിൻ്റെ സുവിശേഷം വായിക്കുമ്പോൾ അറിയാം, ഗബ്രിയേൽ മാലാഖ കന്യാമറിയാമിന് നടത്തുന്ന അറിയിപ്പിൽ പറയുന്നു, നിന്നിൽ നിന്ന് ജനിക്കുന്ന പുത്രൻ അവൻ യേശു എന്ന് പേർ വിളിക്കപ്പെടണം, അവൻ ദാവീദിൻ്റെ സിംഹാസനത്തിൽ എന്നേക്കും രാജാവായിരിക്കും. ദാവീദിൻ്റെ സിംഹാസനത്തിന്
ഒരു പിൻഗാമിയുണ്ട്. ഒരു കുഴപ്പമില്ല. നമ്മുടെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു ദാവീദിൻ്റെ സിംഹാസനത്തിൻ്റെ പിൻഗാമിയാണ്. വേദപുസ്തകം അത് സാക്ഷിക്കുന്നു. അതുകൊണ്ട് പ്രവചനത്തിൽ തെറ്റ് സംഭവിച്ചിട്ടില്ല. രാത്രിയും പകലുമുണ്ട്. ദാവീദിൻ്റെ സിംഹാസനത്തിന് പിൻഗാമിയുമുണ്ട്. അടുത്തത്, യഹോവയുടെ യാഗപീഠത്തെങ്കിൽ യാഗമർപ്പിക്കാൻ ഒരു പുരോഹിതനില്ലാതെ വരില്ല. സൂര്യനും ചന്ദ്രനും ഉണ്ടെങ്കിൽ, പകലും രാവുമുണ്ടെങ്കിൽ, ഈ ഭൂമി നിലനിൽക്കുന്നെങ്കിൽ യാഗപീഠത്തിങ്കൽ ബലി അർപ്പിച്ചുകൊണ്ടേയിരിക്കണം. അവിടെ ബലിയർപ്പണം നിന്നു പോവുകയില്ല. അതാണ് യിരെമ്യാ പ്രവാചകൻ പറയുന്നത്. ആ പ്രവാചകൻ്റെ പ്രവചനം നിലനിൽക്കണം. അത് സത്യമാണെങ്കിൽ എന്നും നിലനിൽക്കണം. ഇന്നും നിലനിൽക്കണം. കാരണം ഇന്ന് പകലും രാത്രിയുമുണ്ട്, സൂര്യനും ചന്ദ്രനുമുണ്ട്. അങ്ങനെയെങ്കിൽ യാഗവും ബലിയും ഇന്നും നടക്കേണ്ടതാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് യാഗബലികൾ ലോകത്തിൻ്റെ നാനാഭാഗത്ത് അനസ്യൂതം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ സമയം സന്ധ്യ കഴിഞ്ഞു. അമേരിക്കയിൽ നേരം വെളുത്തു. അവിടെ ആരാധനയുടെ സമയമായി കഴിഞ്ഞു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അപ്പവീഞ്ഞുകളുടെ ബലിയർപ്പണം നടന്നുകൊണ്ടിരിക്കുകയാണ്. യിരെമ്യാ പ്രവാചകൻ്റെ പ്രവചനത്തിന് ഒരു തെറ്റും ഒരു കുറവും സംഭവിച്ചിട്ടില്ല എന്ന് നാം മനസ്സിലാക്കണം. ഇങ്ങനെ ഇന്ന് ബലിയർപ്പണമില്ലെങ്കിൽ സൂര്യനും ചന്ദ്രനും ഇല്ലാതെ പോകണം. അല്ലെങ്കിൽ പ്രവചനം തെറ്റും. പ്രവചനം തെറ്റിക്കൂടാ. പ്രവാചകൻ ദൈവത്തിൻ്റെ അരുളപ്പാടാണ് അറിയിക്കുന്നത്. അതുകൊണ്ട് പ്രവാചകനും തെറ്റുപറ്റിയിട്ടില്ല, പ്രവചനത്തിനും തെറ്റുപറ്റിയിട്ടില്ല. കാരണം ഇന്ന് ദാവീദിൻ്റെ സിംഹാസനത്തിനൊരു പിൻഗാമിയുണ്ട്. അതുപോലെ തന്നെ അവൻ്റെ യാഗപീഠത്തിങ്കൽ ശുശ്രൂഷ ചെയ്യുവാൻ പുരോഹിതന്മാരുമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് ഒരു ഭാഗം കൂടെ വായിച്ച് കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 23 മുതലുള്ള വാക്യങ്ങളാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായം 23 മുതലുള്ള വാക്യങ്ങൾ. ഈ ദിവ്യബലി അനുഷ്ഠിക്കുമ്പോൾ നാം അതിലെങ്ങനെ പങ്കാളികളാകണമെന്ന് ഇപ്പോൾ വായിച്ചു കേൾക്കാം. ആ മൈക്കിൽ കൂടെ വായിച്ചാൽ എനിക്ക് ക്ലിയർ അല്ലാത്തതുകൊണ്ട് ഇങ്ങോട്ട് വരൂ. ആ വേദപുസ്തകവുമായി ഞാനത് നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. അത് കഴിയുമ്പോൾ എൻ്റെ ഈ വചന ശുശ്രൂഷ അവസാനിപ്പിക്കുകയാണ്. ഞാൻ കർത്താവിൽ നിന്ന് 23 ഞാൻ കർത്താവിങ്കൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചെയ്ത് നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും എടുത്തു. ഈ പാനപാത്രം എൻ്റെ രക്തത്തിൻ്റെ പുതിയ നിയമമാകുന്നു, പുതിയ ഉടമ്പടി. ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ചെയ്യുവീൻ എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിച്ചു കേൾക്കണം. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. ഇതാണ് ശ്രദ്ധിച്ച് കേൾക്കേണ്ടത്. അതുകൊണ്ട് കർത്താവിൻ്റെ ശരീരരക്തങ്ങൾ അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം
കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാവും. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത്ര മഹത്തരമാണ് കർത്താവിൻ്റെ ശരീരരക്തങ്ങളുടെ അനുഷ്ഠാനം എന്ന് നിങ്ങൾ ഓർക്കണം. നമുക്ക് വിശുദ്ധരായി നിന്നുകൊണ്ട് ഈ കർത്താവിൻ്റെ ശരീരരക്തങ്ങൾ അനുഭവിക്കുവാൻ ഒരിക്കലും സാധ്യമല്ല. അതിന് നാം ആരും യോഗ്യരായി തീർന്നിട്ടില്ല, യോഗ്യത ലഭിക്കുകയുമില്ല. കർത്താവിൻ്റെ ശരീരരക്തങ്ങളെടുത്ത് മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് പട്ടക്കാരൻ ഇങ്ങനെ വിളിച്ചു ചൊല്ലും: വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും വിശുദ്ധതകൾ നൽകപ്പെടുന്നു. ഇപ്പോൾ നിങ്ങൾ വായിച്ചു കേട്ടതുപോലെ വിശുദ്ധിയോടും വെടിപ്പോടും കൂടെ കർത്താവിൻ്റെ ശരീരരക്തങ്ങൾ അനുഭവിക്കേണ്ട നമ്മെ ഓർപ്പിക്കുകയാണ് പട്ടക്കാരൻ. വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും വിശുദ്ധതകൾ നൽകപ്പെടുന്നു. ഉടനെ നാം അതിന് പറയുന്ന മറുപടി ഓർക്കണം. ഓർക്കുന്നുണ്ടോ മറുപടി? ആരെങ്കിലും പരിശുദ്ധനായ പുത്രനും പിതാവും പരിശുദ്ധ പുത്രനും പരിശുദ്ധരുമായും അല്ലാതെ പരിശുദ്ധനില്ല. പ്രിയപ്പെട്ടവരെ, എനിക്ക് വലിയ സന്തോഷം തോന്നുന്നു. കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഒരു വാക്കുപോലും വിട്ടുപോകാതെ ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പട്ടക്കാരൻ പറഞ്ഞു, വെടിപ്പുള്ളവർക്കും വിശുദ്ധിയുള്ളവർക്കും മാത്രമേ ഇത് അനുഭവിക്കുവാൻ അർഹതയുള്ളൂ. പാവം ജനങ്ങൾ നമ്മൾ പറഞ്ഞു, അങ്ങനെയെങ്കിൽ ദൈവം തമ്പുരാനെ പിതാവും പുത്രനും പരിശുദ്ധരുമായും അല്ലാതെ വിശുദ്ധരില്ല, ആർക്കും ഇത് അനുഭവിപ്പാൻ അർഹതയില്ല. നാം തുറന്ന് സമ്മതിക്കുകയാണ്. അച്ഛനും അർഹതയില്ല, ബാവാതിരുമേനിക്ക് പോലും അർഹതയില്ല, ഇടയനാളിച്ചിന് തീരെയില്ല. പക്ഷെ നമ്മളെല്ലാം അനുഭവിച്ചില്ലേ? അനുഭവിക്കുന്നില്ലേ? എങ്ങനെ അനുഭവിച്ചു? അനുഭവിക്കാൻ എങ്ങനെ ഇടയായി? അടുത്ത പ്രാർത്ഥന അച്ഛൻ ചൊല്ലും. ആ പ്രാർത്ഥനയിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എങ്ങനെയാണ് നമുക്ക് യോഗ്യത കിട്ടുന്നതെന്ന്. തൻ്റെ കരുണയാൽ ലോകത്തെ മനഞ്ഞുണ്ടാക്കിയ പിതാവാം ദൈവം നമ്മോടുകൂടെ, പുത്രൻ തമ്പുരാൻ നമ്മോടുകൂടെ, പരിശുദ്ധ റൂഹ നമ്മോടുകൂടെ. അങ്ങനെ പരിശുദ്ധനായ പിതാവും പരിശുദ്ധനായ പുത്രനും പരിശുദ്ധ റൂഹായും അശുദ്ധരും പാപികളുമായ നമ്മോട് ഒത്തുചേരുമ്പോൾ അവരുടെ വിശുദ്ധി കൊണ്ട് നമ്മൾ വിശുദ്ധരാകുകയാണ്. നമ്മുടെ മേന്മ കൊണ്ടല്ല, നമ്മുടെ കഴിവ് കൊണ്ടല്ല, ദൈവത്തിൻ്റെ അളവറ്റ കരുണ കൊണ്ട് മാത്രമാണ് അവൻ്റെ ശരീരരക്തങ്ങൾ അനുഭവിക്കുവാൻ നാം യോഗ്യത നേടുന്നത് എന്ന് നാം ഓർക്കണം. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ തിരുശരീരരക്തങ്ങൾ അനുഭവിച്ച് അവസാനത്തെ നാളിൽ ഉയർത്തെഴുന്നേൽക്കുന്ന ഭാഗ്യാവസ്ഥയിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും കടന്നു വരുവാൻ ദൈവം തമ്പുരാൻ ഭാഗ്യം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നമ്മുടെ പിതാക്കന്മാർ നമ്മെ വഴി നടത്തുന്ന ആ സത്യത്തിൻ്റെയും യാഥാർത്ഥ്യത്തിൻ്റെയും പാതയിൽ നിന്ന് ഒരു കാരണവശാലും വഴിതെറ്റിപ്പോകുവാൻ നമുക്കിടയാകരുതേ എന്നപേക്ഷിച്ചുകൊണ്ട്, വളരെ ശാന്തരായി എൻ്റെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാതെ ഈ സമയമത്ര എന്നെ കേട്ടുകൊണ്ടിരുന്ന നിങ്ങളോട് നന്ദി പറഞ്ഞുകൊണ്ട്, ഒരിക്കൽ കൂടി പുതുപ്പള്ളി പള്ളിയിൽ വരാനും ദൈവത്തിൻ്റെ ഈ വചനം നിങ്ങളോട് പ്രഘോഷിക്കുവാനും അവസരം തന്ന പ്രിയപ്പെട്ട അച്ഛനോടും ഇവിടുത്തെ ഭരണസമിതിയോടും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.